എല്ലാവർക്കും സുസൈൻ മീഡിയത്തെ പുതിയൊരു വ്ളോഗിക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് അജ്മീറിലാണ്. കഴിഞ്ഞ വീഡിയോ ഞങ്ങൾ നോക്കിയതുപോലെ ബഹുമാനപ്പെട്ട അജ്മീർ ഹോജ ജീവിച്ചിരുന്നെങ്കിൽ ആ ഒരു ചില്ല ഇല്ലെങ്കിൽ ആ ഒരു ഗുഹയിൽ നിന്നിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ എന്തായത് വന്നിട്ടുള്ളത്. അതിൽ നേരെ കീഴിൽ ഇരിഞ്ഞിട്ട് കണ്ടെങ്കിൽ ഈ ഒരു ജാഗ, അതായത് ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടെങ്കിൽ ഒരു ജാഗയായെങ്കിൽ അനാസാഗർ കാണാൻ ഞങ്ങൾ ഇപ്പോൾ എന്തായിട്ടുള്ളത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചില്ലയുടെ നേരെ കീഴിൽ ഇരിഞ്ഞിട്ട് കണ്ടെങ്കിൽ ആ ഒരു അനാസാഗർ നമുക്ക് വരവ് കാണും. അതേപോലെ ആ ചില്ലയുടെ ഭാഗത്ത് നിന്നിട്ട് കണ്ടെങ്കിൽ അനാസാഗറിനെ വലിയൊരു വ്യൂ നമുക്ക് കാണുക സാധ്യമുണ്ടോ. ഏതായാലും അങ്ങനെ ഇപ്പൊ ഞങ്ങൾ ഈ അനാസാഗറാണ്. ഈ അനാസാഗർക്ക് ഒരുപാട് പ്രത്യേകത ഉള്ളെങ്കിൽ ലേക്കായിട്ട് ഒരുപാട് ചരിത്രം ഉള്ളതും അതുപോലെ ഒരുപാട് പ്രത്യേകത ഉള്ളതും ഒരു ലേക്കായിട്ട് ഇത്. ഒന്നാമതായിട്ട് ചൊല്ലുള്ളത് ഈ ഒരു ലേക്ക് ചൊല്ലത് ഒരു എന്താണ് മാൻമെയ്ഡ് ലേക്കാണ്. അതായത് മനുഷ്യന്മാർ ഉണ്ടാക്കിയെങ്കിൽ ഒരു ലേക്കായിട്ട് എന്തല്ല പ്രകൃതിദത്തമായിട്ട് ഉണ്ടായതല്ല ഈ ഒരു ലേക്ക് ചൊല്ലത്. അതേപോലെ രണ്ടാമതായിട്ട് ബഹുമാനപ്പെട്ട അജ്മീർ ഹോജ ഏറ്റവും വലിയ ഒരു കറാമത്ത് നടന്നത് ഈ ഒരു അനാസാഗറിലായിട്ട്. അതേപോലെ ഞങ്ങളെ മുഗൾ ചക്രവർത്തിമാരായിട്ട് ഒരുപാട് ബന്ധമുള്ളെങ്കിൽ എന്തായിട്ട് ഒരു ലേക്കായിട്ട് ഈ ഒരു അനാസാഗർ ചൊല്ലത്. അപ്പോൾ ഈ ഒരു അനാസാഗർക്ക് പോകണോ നമുക്ക് അജ്മീറിൽ നിന്ന് അതായത് ദർഗത്തിൽ നിന്ന് പണ്ടെങ്കിൽ ഒരുപാട് എന്തുണ്ട് സൈക്കിൾ ഗാഡി ഉണ്ട്, റിക്ഷ ഉണ്ട്, കുതിരഗാഡി എല്ലാം കിട്ടും. അപ്പോൾ ഞങ്ങൾ പോയോണ്ടുള്ളത് ഈ അനാസാഗറിൽ മുഗൾ ചക്രവർത്തിമാർ കെട്ടിയെങ്കിൽ ഒരു എന്തുണ്ടോ ഒരു പാർക്കുണ്ടോ. ആ ഒരു പാർക്ക് കാണാൻ ഞങ്ങൾ ഇപ്പം എന്തായിട്ടുള്ളത് പോയോണ്ടുള്ളത്. ഏതായാലും ഈ ഒരു അനാസാഗർ പേര് വന്നത് എങ്ങനെ, അതേപോലെ എങ്ങനെയാണ് ഇതൊക്കെ ഇവിടെ ഒരു അനാസാഗർ കെട്ടുള്ള കാരണം, അത് ഞങ്ങൾ എന്താക്കുക ഒരു ചരിത്രം ഇവിടെ വലിയൊരു ചരിത്രമുണ്ട്. ആ ഒരു ചരിത്രം ഞങ്ങൾ നോക്കുക പോയി. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ചൊന്നതുപോലെ ഒരുപാട് കുതിരഗാടിയും ഞങ്ങൾക്കുണ്ട്. അജ്മീർ ദർഗത്ത് പോകണ്ടെങ്കിലും എല്ലാത്തിനും ഈ ഒരു കുതിരഗാടി ഞങ്ങൾ യൂസ് ആക്കുക, വലിയൊരു പൈസ ഒന്നുമില്ല. ഇതെല്ലാം ഇങ്ങനെ ചരിത്രത്തിൽ ബണ്ടന് കണ്ടെങ്കിൽ ನಾವು ഗൊന്തുള്ള പോലെ ബഹുമാനപ്പെട്ട അജ്മീർ ഹോജ ഈ ഒരു അജ്മീർക്ക് ബണ്ട സന്ദർഭത്തിൽ കൂടെ ഭരണം നടത്തി വരുന്നത് ആരാണ്? പൃഥ്വിരാജ് ചൗഹാനാണ്. ഈ പൃഥ്വിരാജ് ചൗഹാന്റെ അജ്ജ, അതായത് ബാപ്പരെ ബാപ്പ ആയെങ്കിൽ ആര് ചൊന്നിട്ട് കണ്ടെങ്കിൽ അർണറോജ് ചൗഹാൻ. ഈ അർണറോജ് ചൗഹാനാണ് ഇവിടെ ഭരിച്ചോണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു അർണറോജ് ചൗഹാന്റെ അനജി ചൗഹാൻ ചൊന്നൊരു പേരും കൂടി ഉണ്ട്. അപ്പോൾ ഈ ഒരു ചൗഹാന് 1130 അതേപോലെ 1135 ഇടയിൽ ഈ ഒരു കാലഘട്ടത്തിൽ കൂടെ എന്താ ഒരു വലിയൊരു യുദ്ധം നടക്കുന്നത്. അതായത് തുർക്കിയിലുള്ള ആൾക്കാർ വന്നിട്ടാണ് ആരുടെ യുദ്ധമാക്കുന്നത്, ഈ ഒരു അനാജി ചൗഹാന്റെ അടുത്തേക്ക് എന്താക്കുന്നത് യുദ്ധം നടത്തരുത്. അപ്പോൾ ഈ ഒരു യുദ്ധം നടത്തിയ സന്ദർഭത്തിൽ എന്താടോ ഈ ആ ബന്ധങ്കത്ത്, അതായത് ഗസ്നവിന്ദ് ആൾക്കാരാണ്, ഗസ്നവിന്ദ് സൈന്യമായിട്ടാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ എന്താവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ആൾക്കാർ എന്താവിടെ സോത്തിട്ട് പോണ്ടാറ് ആർക്ക് വിജയം കേട്ടർ ഈ ഒരു അനാജി ചൗഹാനക്ക് എന്താവിടെ എന്ത് കേട്ടർ വിജയം കേട്ടർ. അപ്പോൾ ഈ വിജയ് കിട്ടിയ സന്ദർഭത്തിൽ ഇന്ത്യയോട് ചെന്നിട്ടുണ്ടെങ്കിൽ കൂടെ എന്നോട് ഫുള്ളായിട്ട് ആൾക്കാർ മരിച്ചു പോണ്ടത് കൊണ്ട് ഒരുപാട് ചോരം കാര്യം ഈ ഒരു ലേക്കിന്റെ ഭാഗത്തിൽ, അത് ഈ ഒരു ലേക്കുള്ള ജാഗയിലാണ് യുദ്ധം നടന്നത്. അപ്പോൾ അവിടെ ഫുള്ളായിട്ട് ചോര പോണ്ടത് കൊണ്ടിട്ട് അവിടെ എന്താ ഒരു സ്മെല്ല് പറകു തുടങ്ങുക. അപ്പോൾ ഈ അനാജി ചൗഹാൻ എന്താക്കുക മനസ്സിൽ ഭരിക്കണം എങ്ങനെയെങ്കിലും ഈ ഒരു ചോരടിയും എന്നൊക്കെ എന്താക്കണം ഇല്ലാണ്ടാക്കണം. അതേപോലെ ഇവിടുത്തുള്ള പരിസര ആൾക്കാർക്ക് തണ്ണീര് സൗകര്യമാക്കി കൊടുക്കണം, കൃഷിക്കും മൃഗത്തുകളായിട്ടുള്ള ഒരു എന്താക്കണം തണ്ണികളുടെ സൗകര്യമാക്കി കൊടുക്കണോ എന്നുള്ള ആ ഒരു ചിന്ത വന്ന സന്ദർഭത്തിൽ ഈ അനാജി ചൗഹാൻ എന്താക്കുന്നതാണ് ഒരു ലേക്ക് നിർമ്മിക്കുന്നതാണ്. എങ്ങനെയാണ് ഈ ഒരു ലേക്ക് നിർമ്മിക്കുന്നത്? ആ ഒരു യുദ്ധം കഴിഞ്ഞാൽ പിന്നെ, അതായത് ഒരു 1135 1150 ആ ഒരു കാലഘട്ടത്തിൽ ഈ അനാജി ചൗഹാൻ എന്താക്കുന്നുണ്ടെങ്കിൽ ഒരു ലൂണ് നദിയുണ്ട്. ഈ ലൂണ് നദിക്ക് പിന്നീടുള്ള പേര് ചൊന്നെങ്കിൽ ചന്ദ്ര നദിയും ചൊല്ലും. ഈ ഒരു ലൂണ് നദിയിൽ നിന്നിട്ടുള്ള ഒരു തോട് പോലെ ആക്കിയിട്ട് ഒരു തന്നി എന്താക്കുന്നതാണ് ബുഡ്രതാണ്. ഈ തന്നി ബുട്ടിട്ടു എന്താക്കട്ടെ ഈ ഒരു ഭാഗത്ത് ഇപ്പൊ ഞങ്ങൾ കണ്ടെങ്കിൽ ഈ ഒരു കെട്ട് കാണ്ടില്ലേ, ഈ കെട്ട് കാണ്ട് ഈ ഒരു ഭാഗത്തിൽ കൂടിയാണ് ഒരു അണക്കെട്ടാണ് കെട്ടത്. അപ്പൊ ഈ തന്നിയെല്ലാം വന്നിട്ട് ഈ ഒരു ഭാഗത്ത് എന്തത് ശേഖരിച്ച് നിപ്പട്ടിയതാണ്. അപ്പോൾ ഇപ്പൊ ഞങ്ങൾ ഈ കാണ്ടത്, അതായത് ഈ ഒരു സ്റ്റെപ്പും കാര്യം അതേപോലെ ഈ ഒരു വലിയൊരു കെട്ടിടം പോലെ കാണില്ലേ, ഈ ഒരു ഭാഗത്തിലാണ് എന്തായത് അണക്കെട്ട് കെട്ടിയത്. അപ്പോൾ ഈ ഒരു അണക്കെട്ട് കെട്ടിയാൽ പിന്നെ ഈ എല്ലാ തന്നി ഈ ഒരു ഭാഗത്തിൽ എന്തായത് നിറഞ്ഞു നിണ്ടെത്തും. അപ്പോൾ ഈ ഒരു തന്നി നിറഞ്ഞത് കൊണ്ടിട്ട് എന്തായത് എല്ലാ സൗകര്യത്തും, അതായത് ആൾമാർക്കുള്ള തന്നിയും കിട്ടിയിട്ട് അതേപോലെ പിന്നീട് കൃഷിക്കുള്ള തന്നിയും കാര്യമെല്ലാം എന്തായത് കിട്ടിയിട്ട് അങ്ങനെയാണ് ചോരം പോയിട്ട് അതങ്ങനെയാണ് ഈ ഒരു ലേക്ക് ഉണ്ടായത്. അതേപോലെ ഈ കണ്ടത് ഒരു കെട്ടിടം ഉണ്ടല്ലോ, അതായത് ഈ ഒരു പെവേലിയൻ പോലത്തെ ഇതുണ്ടല്ലോ, ഈ ഒരു ഇത് കെട്ടിയത് ആരാണ്? ഞങ്ങള് ഷാജഹാനാണ് കെട്ടിയത്. അതായത് ഈ ഒരു പരിസരം കണ്ടിട്ട് ഇങ്ങനത്തുള്ളൊരു 5 പെവേലിയാണ്, അത് മാർബിൾ കൊണ്ടിട്ടുള്ള 5 പെവേലിയനാണ് ആര് കെട്ടിയത്? ഞങ്ങൾ ഷാജഹാനാണ് ഈ കണ്ടെങ്കിൽ പെവേലിയൻ കെട്ടിയത്.
അതേപോലെ ഈ ഒരു പിന്നീട്, അതായത് ഈ ഒരു ലേക്ക് കെട്ടിയാൽ പിന്നീട് വന്നെങ്കിത്തെ ഞങ്ങളെ ജഹാംഗീർ രാജാവ്, അതായത് ഈ ഒരു ഷാജഹാന്റെ അബ്ബായെങ്കിൽ ജഹാംഗീർ രാജാവാണ് 1615 എന്താക്കുന്നത് ഈ ഒരു ഭാഗത്തിൽ, ഈ ഒരു അണക്കെട്ടയുടെ ഈ ഒരു ഭാഗത്തിൽ എന്താക്കുന്നത് വലിയൊരു പാർക്ക് എന്നാണ് ഉണ്ടാക്കുന്നത്. ഈ പാർക്ക് ആണ് ദൗലത്ത് ബാഗ് എന്നാണ് ചൊല്ലുന്നത്. ഈ ഒരു പാർക്ക് ഉണ്ടാക്കിയത് ജഹാംഗീർ രാജാവാണ്. അപ്പോൾ ജഹാംഗീറിന്റെ മോനായ ഷാജഹാൻ എന്താക്കി ഈ കണ്ടെങ്കിൽ ഒരു 5 ബിൽഡിംഗ് പവേലിയൻ ഈ ഒരു ഭാഗത്ത് കെട്ടിയത്. അപ്പോൾ ഈ ഞങ്ങൾ നിൽക്കുന്ന ഈ ഒരു ഭാഗം പണ്ട് ഈ പൃഥ്വിരാജ് ചൗഹാന്റെ അജ്ജ അനജി ചൗഹാനാണ് എന്താക്കിയത് ഈ ഒരു ഭാഗത്ത് അണക്കെട്ടാണ് കെട്ടിയിട്ടിരുന്നത്. ഈ അണക്കെട്ടിന് മേലാണ് എന്താക്കിയത് ഈ ഒരു പവേലിയനും അതേപോലെ പാർക്കും ഉണ്ടാക്കിയത്. അങ്ങനെയാണ് ഈ ഒരു ജാഗയ്ക്ക് എന്തായത് അനാസാഗർ ചെന്നിട്ടുള്ളൊരു പേര് പറയുക. കാരണം അനാജി ചൗഹാന്റെ പേര് നിർമ്മിച്ചാണ് എന്തൊരു പേര് വെച്ചത്, അനാസാഗർ ചെന്ന് വെച്ചത്. ഇനി നമ്മൾ എതിർ ബന്ധം കണ്ട് ഇങ്ങനത്തെ ചെറിയൊരു ഭാഗം നമുക്ക് കാണും. ഈ ഒരു ഭാഗത്തിലായിട്ട് എന്തുള്ളത് കൂടെ ബോട്ട് സർവീസ്, അതായത് നമുക്ക് ഈ ഒരു ലേക്കിൽ ചുറ്റുള്ള ബോട്ട് സർവീസും ഇല്ല. അപ്പൊ ഞാനിപ്പോ ആ ഒരു ഭാഗത്ത് കൂടിയാണ് ഇപ്പൊ ബോട്ട് പോണതാണ് വന്നത്. പക്ഷെ ഈ ഒരു ഭാഗത്തില് തന്നി കെട്ടിയിട്ടുണ്ടല്ലോ, ഈ ഒരു ഭയങ്കര മലിനമായിട്ടാണ് ഉള്ളത്. തന്നി മലിനായിട്ടുണ്ട്, അതേപോലെ ഒരുപാട് വേസ്റ്റും കാര്യം ഇതിലുള്ള ഈ ഒരു ഭാഗത്തിൽ നമുക്ക് കൊണ്ടുപോകും. അപ്പോ ഈ ഒരു വേസ്റ്റ് ഉള്ളതെന്ന് മാത്രമല്ല, ഈ ഒരു ഭാഗത്ത് ചെറിയൊരു നമുക്ക് അവർ കെട്ടിയത് കാണും, ഒരു ഷട്ടർ ഇട്ടെങ്കിത്തെ ഭാഗം. ഇത് ഈ ഒരു ഇതില്, അതായത് ഈ ഒരു ലേക്കിൽ തന്നി ജാസ്തിയാണ്ട് കണ്ടെങ്കിൽ 10 ബുടകുള്ളെങ്കത്തെ ഒരു സിസ്റ്റമാണ് ഈ ഒരു ഭാഗത്തിലുള്ളത്. അതായത് ഇതിൽ തന്നി നിറഞ്ഞാണ്ട് കണ്ടെങ്കിൽ പിന്നെ ഒരു ഭാഗത്തിൽ എന്തുണ്ട് തന്നി 10 കടത്തുള്ളെങ്കത്തെ പിന്നെ ഒരു വലിയൊരു ഭാഗമുണ്ട്, ഒരു സ്വിസ് ഗേറ്റും കൂടി നമുക്ക് ഈ ഒരു അനാസഗറിൽ കാണുക സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ചെറിയൊരു ഭാഗമാണ് തന്നി ഈ അജ്മീർ 10 ബുടകുള്ളെങ്കിൽ ഒരു ഭാഗമാണ്. അപ്പോൾ ഏതായാലും ഞങ്ങളുടെ എന്താ ഒരു ബോട്ട് സർവീസ് ഞങ്ങൾ എടുത്തത്, ബോട്ടിൽ ഈ ഒരു ലേക്കും കാര്യം ചുറ്റിയിട്ട് ഉപർവശം എടുത്തതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു കീഴ്ഭാഗത്തിലൂടെ, അതായത് ഞങ്ങൾ ഇതിൽ ആ ബോട്ടർ ആ ഒരു ഭാഗത്ത് നോക്കേണ്ട കണ്ടെങ്കിൽ ആ ഒരു അണക്കെട്ട്, അതായത് പണ്ട് അനാജി ചൗഹാൻ കെട്ടിയ അണക്കെട്ടാണെങ്കിലും പിന്നീട് ഇതിൽ ഞങ്ങളെ ജഹാംഗീർ രാജാവും അതേപോലെ ഷാജഹാനും ഇതിൽ ഒന്നും കൂടി ഭംഗിയാക്കിയിട്ടാണ് വെച്ചത്. ആ ഒരു ഭാഗം കൂടി ഞങ്ങൾക്ക് എന്താക്കാം ഈ ഒരു കണലിൽ കൂടി, അതായത് ഈ ഒരു ലേക്കിലൂടെ പോയി ഞങ്ങൾക്ക് കാണാൻ സാധ്യമാണ്. ഏതായാലും ഞങ്ങൾ ഇപ്പൊ ബോട്ടിലാണ് ഇപ്പൊ പത്തിയിട്ടുള്ളത്. ഈ ഒരു ലേക്കും കാര്യം എന്താക്കാം ഫുള്ളായിട്ടൊന്ന് നോക്കുക ചൊന്നിട്ടാണ് കയറിയിട്ടുള്ളത്. ഓർത്തുക ഏകദേശം എത്ര ചൊന്നുണ്ടെങ്കിൽ 150 റുപ്യാണ് ഞങ്ങൾക്ക് ഓർമ്മയിൽ, 150 റുപ്യാണ് ഓർത്തുക ഉള്ളത്. അപ്പോൾ ഇതിൽ ഞങ്ങൾ ഒരു ബോട്ടിൽ കണ്ടെങ്കിൽ ഈ ഒരു തണ്ണീർ ഭാഗവും അതേപോലെ ആ ഒരു ലേക്ക് ആ ഒരു ഭാഗം നമുക്ക് കാണുക എന്താവും സാധ്യമാവും. അപ്പോ നല്ല ഒരു നല്ല ഒരു അനുഭവം കിട്ടുന്നതായിട്ട് ഈ ഒരു ലേക്കിൽ ഞങ്ങൾക്ക് വന്നെങ്കിൽ സാധ്യമായിട്ടുള്ളത്. അപ്പൊ ഏതായാലും ഈ ഒരു ഭാഗം ചൊല്ലത് പണ്ടത്തെ കാലഘട്ടത്തില് ചൗഹാൻ രാജാവ് കെട്ടിയെങ്കിൽ തോറ് യന്ത്രമായിട്ട് അണക്കെട്ടായിട്ട് ഈ ഒരു കണ്ടത്. അപ്പൊ ഏതായാലും ബഹുമാനപ്പെട്ട അജ്മീർ ഖ്വാജർ ഏറ്റവും വലിയ കറാമത്ത് നടന്നെങ്കിൽ ഒരു ലേക്കും കൂടിയായിട്ട് ചെയ്ത് ഈ ഒരു ലേക്ക് ചൊല്ലുന്ന പഠിച്ചൊന്നത് പോലെ. അപ്പോൾ ആ ഒരു കറാമത്ത് നടന്നത് എന്താണ് ഈ ഒരു ലേഖയിൽ വെച്ചിട്ടാണ്. എന്താണ് ആ ഒരു കറാമത്ത് ഉണ്ട് സർവ്വസാധാരണ ഗൊന്തിക്കും. ഏതായാലും ആ ഒരു കറാമത്ത് എന്ത് ചൊന്നേണ്ട കണ്ടെങ്കിൽ അതായത് ബഹുമാനപ്പെട്ട അജ്മീർ ഖ്വാജ അവർ ഈ ഒരു ഈ ഒരു അജ്മീർക്ക് വന്ന സന്ദർഭത്തിൽ എന്താക്കിയോണ്ടിരുന്നത് ನಾನು ಪಡೆದ ಕಾಟಿಂಗ್ ആ ഒരു ചില്ലയിന്ന് കഴിഞ്ഞ വീട്ടിൽ കാട്ടിയത് ചില്ലയിന്നല്ലേ ആ ഒരു ചില്ലയുടെ ഭാഗത്തിൽ ജീവിച്ചെടുക്കുന്ന കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട അജ്മീർ ഖ്വാജ തന്നിക്ക് അതായത് ഉള്ളെടുക്കുകയും കുളിക്കുകയും എല്ലാം ഈ ഒരു അനാസാഗറിലായിട്ട് ഇന്നത്തെ എന്ത് വന്നിട്ടിന്നത്. അങ്ങനെ വന്നിട്ട് ഇന്ന് സന്ദർഭത്തിൽ ഈ ഇവിടെ തന്നി എടുത്തുകൊണ്ടല്ലേ പോയിട്ടിരുന്നത്. അപ്പൊ ഈ ഒരു അനാസാഗർ മുട്ടായിട്ട് ഒരുപാട് ദേവസ്ഥാനം കാര്യമില്ല. അപ്പൊ ആൾക്കാർ വന്നിട്ട് ഇവിടെ നിന്ന് തന്നി എടുക്കുകയും അതിൽ കുളിച്ചങ്ങ് പവിത്ര പോകണ്ടല്ല. അത് ആർക്ക് വിശ്വാസം ഉണ്ട്, ഹിന്ദുരാങ്ക് വിശ്വാസം ഉണ്ട്. അപ്പോ ഇങ്ങനെയൊക്കെ സന്ദർഭത്തിൽ അജ്മീർ ഖ്വാജ ഈ ഒരു ഇതിൽ നിന്ന് തന്നി എടുക്കുന്നത് ആർക്ക് ഇഷ്ടമില്ല എന്ന് ഈ പൃഥ്വിരാജ് ചൗഹാനും അങ്ങനെ ആ ഒരു രാജാവും കാര്യവും ഇഷ്ടമില്ല എന്ന്. അങ്ങനെ ഇങ്ങനെയൊക്കെ സന്ദർഭത്തില് ഈ രാജാവ് എന്താക്കിയ ഈ അജ്മീർ ഖ്വാജക്കും അതേപോലെ ശിഷ്യന്മാർക്ക് എന്താക്കോ തീരാ ഉടൻ നിന്ന് തന്നിയെടുക്കൂ ഇവിടെ തീരണ്ട ആര് ചൊന്ന ഈ പൃഥ്വിരാജ് ചൗഹാൻ ചൊന്ന. അങ്ങനെ ഈ ചൊന്ന സന്ദർഭത്തില് ഒന്നാല് ഈ ഒരു അജ്മീർ ഖ്വാജ ശിഷ്യത്വം സ്വീകരിച്ചെങ്കത്തെ ഈ പൃഥ്വിരാജ് ചൗഹാന്റെ ഇന്നെങ്കത്തെ ഒരാളുണ്ട്. അതായത് കഴിഞ്ഞ വീട്ടിൽ ഞാൻ ചൊന്നത് ശാന്തി ദേവ് ചൊല്ലുടെ ആൾ. അതായത് അജ്മീർ ഖ്വാജർ കൊല്ലുകുബേനായിട്ടാണ് വന്നത് മന്ത്രവാദിയാക്കിയിട്ട്. പക്ഷെ ബഹുമാനപ്പെട്ട അജ്മീർ ഖ്വാജർ മുഖം കൊണ്ടിട്ട് ഇസ്ലാം സ്വീകരിച്ച ആളാണ് ശാന്തി ദേവ്. പിന്നീട് സഅദ് ചൊന്നയുടെ പേരാണ് കിട്ടിയത്.
അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹു അങ്ങനെ ബഹുമാനപ്പെട്ട അജ്മീർ ഖാജ എന്താക്കിയിട്ട് ഇയാളുടെ ചൊന്തു നിങ്ങൾ എന്തൊക്കെ അനാസാഗർ തന്നിയെടുത്ത പറ ചൊന്തു അങ്ങനെ ഒരു ചെറിയൊരു പാത്രമാണ് കൊടുത്തത്. അങ്ങനെ ആ ഒരു പാത്രം പിടിച്ചിട്ട് ഈ സഅദ് റളിയല്ലാഹുയോടെ ബണ്ട് ഈ ഒരു അനാസാഗര മുട്ടത്താണ് ബണ്ടത്. പക്ഷെ ഈ അനാസാഗര മുട്ട വന്ന സന്ദർഭത്തിൽ ഈ രാജാവര് സൈനികന്മാരെന്താക്കിയാറ് ബഹുമാനപ്പെട്ടവര് തന്നിയെടുക്കുക വിട്ടില്ല എന്ന് മാത്രമല്ല അങ്ങ് എന്താക്കിയാറ് ഈ സാദര് തമാശ ആക്കിയാറ്. അതായത് നീನು മുന്നിൽ ഞങ്ങളിട്ടിക്കുന്നല്ലോ നീ ഇപ്പൊ ഇസ്ലാം സ്വീകരിച്ച് നോക്കി എനിക്ക് തന്നിയും കാര്യമൊന്നും കിട്ടില്ല അങ്ങനെ തമാശ ആക്കി. അങ്ങനെ അജ്മീർ ഖാജ എന്താക്കിയിട്ട് മുട്ട ഇയാൾ പിന്നും പോയിട്ട് അങ്ങ് തന്നിയെടുക്കുക വിട്ടില്ല ചെന്നു. അങ്ങനെ അജ്മീർ ഖാജ എന്തൊക്കെയത്ത് ഓതിയിട്ട് കടത്തിയിട്ട് നിങ്ങൾ പോറും ആ ഒരു തന്നിയെടുത്ത പോറും ചൊന്തു. അങ്ങനെ പിന്നീട് എന്താക്കുക ഈ സഅദ് ചൊല്ല ആള് പിന്നീട് ഇങ്ങോട്ടൊക്കെ ഉണ്ട് ഈ ഒരു അനാസാഗർ മുട്ടത്തൊക്കെ ഉണ്ട്. അങ്ങനെ ഈ ഒരു അനാസാഗറെ മുട്ട വന്ന സന്ദർഭത്തിൽ ഇയാൾ എന്താക്കുക പോവലോട് കൂടിയിട്ട് ഈ അങ്ങോട്ട് എന്തായില്ല ഈ സഅദ് തടക്കുക സാധ്യമായില്ല എന്ന് മാത്രമല്ല ഈ സഅദ് വന്നിട്ട് നേരെ വന്നിട്ട് ആ ചെറിയൊരു പാത്രത്തിൽ നിന്നിട്ട് ഈ ഒരു ലേക്കിൽ നിന്ന് അതായത് ഈ ഒരു അനാസാഗറിൽ നിന്നിട്ട് ഒരു ഗോരി തന്നിയാണ് അതിലെന്താ ഗോരിട്ടെടുത്തത്. ചെറിയൊരു പാത്രമാണ്. അതിൽ നിന്ന് തന്നി ഗോരിട്ടി എടുക്കലോട് കൂടി ഈ അന്നാസാഗർ ചൊല്ലി തന്നി ഫുള്ളായിട്ട് എന്തായിട്ട് ഇല്ലാണ്ടായി പോയിട്ട് അത് കാലിയായി പോയിട്ടാണ്. അതായത് ഫുള്ള് ബറഡായിട്ട് പോയിട്ടുണ്ടാണ്. അത് രണ്ട് രൂപത്തിൽ ചരിത്രം ചൊല്ലാറ്. ഒന്ന് അയാൾ മുക്കിയിട്ടെടുത്തെന്ന് ചൊല്ലാറ്, പിന്നൊന്നും അയാൾ എന്താക്കിയതല്ല മുക്കിയതല്ല ആ ഒരു ഇതിന്റെ തീരത്തിൽ അതിന്റെ സൈഡിൽ വന്ന് നിന്റെ സന്ദർഭത്തിൽ തണ്ണി സ്വാഭാവികമായിട്ട് ഏതൊക്കെ ഈ ഒരു പാത്രത്തിൽ വന്നിട്ടും ചൊല്ലാറ്. അങ്ങനെ ഏതായാലും അങ്ങോട്ട് അടക്കോ തീരാണ്ട് ആ ഒരു ചെറിയൊരു പാത്രം തന്നെടുക്കലോട് കൂടി ഈ അനാസാഗർ ഫുള്ളായിട്ട് എന്തായിട്ട് കാലിയായി പോയിട്ട്. അങ്ങനെ കാലിയായി പോയ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഈ തന്നെടുത്തിട്ട് അജ്മീർ ഖാജ മുട്ട വന്ന. അങ്ങനെ ഈ ആൾക്കാർ ഇവിടെ നോക്കുമ്പോൾ എന്തില്ല ഒരു ഇത്തിരി പോലും തന്നില്ല. അപ്പൊ അജ്മീറിലുള്ളെങ്കിൽ എല്ലാ ആൾക്കാർക്കും എന്തത് കഷ്ടമുണ്ട്. അതായത് പ്രാണികൾക്ക് തന്നില്ല, കൃഷിക്ക് തന്നില്ല, കുടിക്കോ തന്നില്ല, അങ്ങനെ ഏതൊക്കും തന്നില്ലാതെ ഒരു ബറഡായിട്ട് പോയ സന്ദർഭത്തിൽ അങ്ങ് ആകെ കഷ്ടപ്പെടുന്നത്. അങ്ങനെ നേരെ പിന്നീട് എന്തായത് രാജാവറെ മുട്ട പോയാൽ രാജാവ് എന്നും ആക്കോ തീരില്ല. അങ്ങനെ പിന്നെ ചൊന്തു ആരട്ട് പുറത്തും കേൾക്കോ ബഹുമാനപ്പെട്ട അജ്മീർ ഖാജ പുറത്തും കേൾക്കോ ചൊന്നു. അങ്ങനെ പുറത്തും കേൾക്കലോട് കൂടി ബഹുമാനപ്പെട്ട അജ്മീർ ഖാജ എന്താക്കി സ്വന്തം ആ ഒരു തന്നി അതിൽ നിന്നോട് തന്നി പോയിട്ട് എന്താക്കും ഇതേ ലേക്ക് പോയിട്ട് എന്താക്കും ബീത്തറുണ്ടാണ് ചൊന്നത് ആരെ സാധ്യത. അങ്ങനെ അയാൾ വന്നിട്ട് എന്താക്കിയത് ആ ഒരു പാത്രത്തിൽ നിന്നോട് തന്നി നേരെ വന്നിട്ട് എന്താക്കിയതാണ് ഈ ഒരു ലേക്ക് രണ്ടാമത്തെ ബീത്തിലോട് കൂടിയിട്ട് എന്തായത് ആ മുന്നിൽ എങ്ങനെയാണോ ഈ ഒരു ലേക്ക് ഇന്നത് അതേപോലെ തന്നെ എന്താ ഫുള്ളായിട്ട് നിറഞ്ഞിട്ടുണ്ടാണ്. അതാണ് ബഹുമാനപ്പെട്ട അജ്മീർ ഖാജ ഏറ്റവും വലിയൊരു കറാമത്തായിട്ട് വന്നത്. ആ ഒരു തന്നി ബീത്തിലോട് കൂടി ഇണ്ടുവരേക്കും ഏറ്റവും വലിയ കറാമത്ത് ചൊല്ലി ഇണ്ടുവരേക്കും ഈ ഒരു ഇതിൽ നിന്നിട്ട് എന്തായിട്ടില്ല തന്നി കൊറടി ആയിട്ടില്ലാണ്ടാണ്. അതായത് ഇത്ര വലിയ ചൂട് വന്നെങ്കും എന്ത് വന്നെങ്കും ഉടന്തല്ല തന്നി ഇതിൽ നിന്ന് കാലിയാവില്ല. മാത്രമല്ല ഈ തന്നി എന്താ കടത്തിറങ്ങിക്കത്തെ വേറെ വ്യവസ്ഥയും കൂടി ഇതിൽ നമുക്ക് കാണാൻ സാധ്യമാവും. അത് തന്നി ജാസ്തി നിറഞ്ഞിട്ട് ഉപദ്രവില്ല. ആ ഒരു തന്നിരെ പുറത്ത് കടത്തിറങ്ങിയ വ്യവസ്ഥയും കൂടിയുണ്ട്. അങ്ങനെ ഈ ഒരു കറാമത്ത് നടന്നത് കൊണ്ട് ആ ഒറ്റ ഒരു കറാമത്ത് കൊണ്ടിട്ട് ഏകദേശം 1,00,000-ഓളം ആൾക്കാരാണ് എന്തായത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം സ്വീകരിച്ചതുകൊണ്ടാണ്. അപ്പൊ അത്രക്കും വലിയ ഒരു കറാമത്ത് നടന്നെനിക്കത്തെ ഒരു ഏരിയ ആയിട്ട് ഈ ഒരു അനാസാഗർ ചൊല്ലത്. അപ്പോൾ ഞങ്ങൾ ആ ഒരു ബോട്ടിങ് കാര്യം വന്നിട്ട് ഇപ്പൊ ഞങ്ങൾ എന്താക്കിയതാണ് ഈ ഒരു അനാസാഗർ ആ ഒരു ഭാഗത്ത് കൂടി വന്നതാണ്. അപ്പോൾ അതിൽ ഇവിടെ നമുക്ക് എന്താക്കുക ഈ ദൗലത്ത് ബാഗ് ചൊല്ലി ഇതിന്റെ പേരാണ് ദൗലത്ത് ബാഗ് ഉണ്ട്, അതേപോലെ സബാഷ് ബാഗ് ഉണ്ട്, അങ്ങനത്തെ ഒരു പേരും കൂടി ഇത് കൊണ്ട്. അപ്പോൾ ഇതായിട്ട് ഇവിടെ ഈ ഒരു ദൗലത്ത് ബാഗ് ചൊല്ല ജഹാംഗീർ കെട്ടിയതും അതേപോലെ ഇതിലുള്ള പെവിലിയൻ ഷാജഹാൻ കെട്ടിയതും അതുപോലെ പ്രത്യേകിച്ച് ഇവിടെ ബർമണങ്ങ് നിൽക്കണം ഇതൊരു അണക്കെട്ടർ മേലാണ് ഉണ്ടായത് എന്നുള്ള ഒരു ചരിത്രം കൂടി നമുക്ക് എന്താക്കുക ഇതിലൂടെ കാണുക സാധ്യമാണ്. അപ്പോൾ ഈ ഒരു മാർബിൾ കൊണ്ടിട്ടുള്ള കെട്ടിയത് ഇത് ഷാജഹാനാണ്. മാർബിൾ ഏത് കണ്ടെങ്കിൽ നിൽക്കണം ഇത് ആർ കെട്ടിയതാണ് ഷാജഹാൻ കെട്ടിയതിന്റെ പേര്. കാരണം മാർബിൾ കൊണ്ട് എല്ലാ കാര്യം നിർമ്മിച്ചതാരാണ് ഷാജഹാൻ അധികമായിട്ട്. അപ്പോൾ ഇത്രയായിട്ട് ഈ ഒരു അനാസാഗറെ കുറിച്ചിട്ടുള്ള ചരിത്രം ചൊല്ലത് ഇൻഷാ അല്ലാഹ് ബണ്ട് നാല് പുതിയൊരു ചരിത്രമായിട്ട് അതേപോലെ പുതിയൊരു ഭാഗമായിട്ട് പുതിയൊരു ചരിത്രമായിട്ട് ബണ്ട. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ വിചാരിക്കുക. അപ്പോൾ എല്ലാവരും എന്താക്കുക ഈ ഒരു സബ്സ്ക്രൈബ് ആക്കുക, അതേപോലെ ലൈക്കും അതും കാര്യമെല്ലാം ആക്കാം. ബണ്ട് പുതിയൊരു ചരിത്രമായിട്ട് ബണ്ട്. എത്രത്തോളം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.